പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതാക്കളെ കണ്ട് നിലമ്പൂരിലെ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ വിജയത്തിൽ നന്ദി അറിയിക്കാനാണ് ആര്യാടൻ ഷൗക്കത്ത് പാണക്കാടെത്തിയത്. ഷൗക്കത്തിനെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ സ്വീകരിച്ചു. നിലമ്പൂരിൽ UDF നേടിയത് ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായുള്ള വിജയമെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. ഓരോരുത്തരും ഏൽപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചുവെന്നും ആത്മവിശ്വാസം നൽകുന്ന വിജയമാണ് ആര്യാടൻ ഷൗക്കത്തിന്റേതെന്നും തങ്ങൾ പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷൗക്കത്തിനൊപ്പം മാധ്യമങ്ങളെ കാണുകയായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ വിജയം കൂട്ടുത്തരവാദിത്വം അതാണ് അവിടെ ഓരോരുത്തരും ഏൽപ്പിച്ചത് ഭംഗിയായി നിർവഹിച്ചു. അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുന്നത്. ഭയപ്പാടിനെതിരായ കേരളത്തിന്റെ ഒരു വികാരമാണ് നിലമ്പൂരിൽ കണ്ടതെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലേതിനെ പോലെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ട് കേരളത്തിനെ വീണ്ടെടുക്കുന്നതിനുള്ള യജ്ഞമാണ് ഇനി UDFന് നടത്താനുള്ളത്. ഷൗക്കത്ത് അതിനുള്ള നിയോഗമായി മാറി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ജില്ലയിലെ മുഴുവൻ സീറ്റുകളും UDF നേടുമെന്നും തങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിലമ്പൂരിന്റെ ലീഗിന്റെ പ്രവർത്തനത്തിന് ഷൗക്കത്ത് നേതാക്കളോട് നന്ദി പറഞ്ഞു. നിലമ്പൂരിൽ തനിക്കും കോൺഗ്രസിനും മുന്നേ പ്രവർത്തനം തുടങ്ങിയത് ലീഗാണ്. മുന്നൊരുക്കം ഉള്ളൊരുക്കം എന്ന പരിപാടി നടത്തി. പിന്നീടാണ് മുന്നണി ഒറ്റക്കെട്ടായി പ്രവർത്തനം ആരംഭിച്ചത്. സാദിഖ് അലി തങ്ങൾ തന്നെ അനുഗ്രഹിച്ചിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് നേരെ തങ്ങൾ എത്തിയത് നിലമ്പൂരിലേക്കാണ്. UDFൽ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്നും നിലമ്പൂരിൽ ആ ചുമതല കുഞ്ഞാലിക്കുട്ടി ഭംഗിയായി നിർവഹിച്ചെന്നും ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി. ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കി. അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി. മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡല പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട്, ഇക്ബാൽ മാസ്റ്ററൊക്കെ ഇവിടെയുണ്ട്. വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ, കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു. പിന്നീട് ഒരുമിച്ച് UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം. ഞാനെൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടപ്പനക്കുന്ന് തങ്ങൾ ഹജ്ജിന് പോയതായിരുന്നു. ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുക്കിക്കൊണ്ടാണ് ഹജ്ജിന് പോയത്. മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞ് നേരെ 4 മണിക്ക് അങ്ങോട്ടൊക്കെ എത്തിയത്. എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു. ഹജ്ജ് കഴിഞ്ഞ് വന്ന് നേരെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ നിലമ്പൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന് നേതൃത്വം നൽകുന്നു. അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം UDFൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും PK പണ്ടൊക്കെ പറയാറുണ്ട്, പിന്നെ മാണി സാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി തീരുന്ന ഒരു കാലമുണ്ടായി. അതിന് കുഞ്ഞാക്കയില്ല. ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. M5 ന്യൂസ് മലപ്പുറം.